ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നേച്ചേഴ്സ് വിത്ത് മീ അൻഷ. ഇന്ന് നമ്മൾക്കൊരു കസ്റ്റമൈസ്ഡ് മഗ് ചെയ്തെടുക്കാം, അതും ക്രിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച്. ക്രിക്കറ്റിൻ്റെ മഗ് പ്രസ്സും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ മഗ്ഗിലോട്ടേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഇമേജ് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഡബിൾ കളറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് മഗ്ഗിൽ റെഡിലും ബ്ലാക്കിനും കൂടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലാക്ക് കളർ റൈറ്റിങ്ങും റെഡ് കളർ ഹാർട്ട് ഷേപ്പും ആണ്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ ഈ ഓൺലി യു എന്നുള്ളത് കോപ്പി ചെയ്തിട്ട് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട്. അതിനെ ഒന്നിൽ കൺട്രോൾ ചെയ്തിട്ട് അത് ലവ് മാത്രം നമുക്ക് വേണം, ഒന്നിൽ റൈറ്റിങ്സ് മാത്രം വേണം. കാരണം ഒന്ന് ബ്ലാക്ക് കളറിലും ലവ് റെഡ് കളറിലുമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് കളറ് കട്ട് ചെയ്തെടുക്കണം. ക്രിക്കറ്റിനെ മഗ് പ്രസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഷീറ്റ് ഇൻഫ്യൂസിബിൾ ഇങ്ക് ട്രാൻസ്ഫർ ഷീറ്റ് ആയിരിക്കണം. അത് സെലക്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ മിറർ ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ബ്ലാക്ക് കളർ ഇൻഫ്യൂസിബിൾ ഇങ്കാണ് കേട്ടോ. അതിൽ ഓൺലി യു എന്നുള്ള ടെക്സ്റ്റാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷീറ്റിലോട്ടേക്ക് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വീഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പും കൂടി കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇൻഫ്യൂസിബിൾ ഇങ്കിൻ്റെ റെഡ് കളർ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ഷീറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും വീഡ് ചെയ്തെടുക്കണം. വീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മഗ്ഗിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് ക്രിക്കറ്റിൻ്റെ 12 ounce മഗ്ഗ് വരുന്നത്. ഇതിലോട്ടേക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ രണ്ട് സ്റ്റിക്കറും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മഗ്ഗിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ടാപ്പ് ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ മഗ് പ്രസ് ഒന്ന് ഓണാക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. മഗ് പ്രസ് ഹീറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ ഓറഞ്ച് ബട്ടൺ മാറിയിട്ട് ഗ്രീൻ കളർ വരും. അതിനുശേഷം നമ്മളുടെ മഗ് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 to 15 മിനിറ്റിന് ശേഷമാണ് ഇത് റെഡി ആവുക. അതായത് ഇതിലെ 5 ലൈറ്റും ബ്ലിങ്ക് ആവണം. അപ്പോൾ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു നോക്കാം. എടുക്കുമ്പോൾ തന്നെ നല്ല ചൂടായിരിക്കും. ഒരു 10 മിനിറ്റ് പുറത്തെടുത്ത് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾക്കിത് അഴിച്ചു മാറ്റാൻ കഴിയുള്ളൂ. കാരണം നല്ല ഹീറ്റായിരിക്കും, തൊടാൻ കഴിയില്ല. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട്. നമ്മളുടെ മഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. ആ ഗിവ് അവേയിൽ വിന്നർക്ക് ഞാൻ ഈ ഒരു മഗ്ഗും പിന്നെ ഇന്നലെ ചെയ്ത ഈ ഒരു വാലന്റൈൻസ് ഡേ കാർഡും കൂടി കൊടുക്കുന്നുണ്ട്. ഈ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട്. ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗിവ് അവേയുടെ റൂൾസൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ റീലിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളിതിൽ കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.